നമസ്കാരം. അറബി ഗ്രൂപ്പ് ഡി പരീക്ഷയിൽ കഴിഞ്ഞ വർഷം ചോദിച്ച മാത്സിലെ ചോദ്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാത്സ് വിത്ത് ശിവാനി ശിവ എന്നാണ് ചാനലിന്റെ പേര്. അതിൽ പ്ലേലിസ്റ്റ് കയറുമ്പോൾ RRB ഗ്രൂപ്പ് ഡി മാത്സ് 2026 എന്ന ഒരു ഫോൾഡർ ഉണ്ട്. അതിൽ ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ള കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ചോദ്യം ഇങ്ങനെയാണ്: സോണിയ ഗോട്ട് മാരീഡ് 15 years ago. Her present age is 855 times her age at the time of her marriage. Her sister was 8 years younger to her at the time of her marriage. Find the present age of her sister. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? സോണിയ 15 വർഷം മുന്നെയാണ് കല്യാണം കഴിഞ്ഞത്. അവളുടെ ഇപ്പോഴത്തെ ഏജ് എന്ന് പറയുന്നത് അവൾ കല്യാണം കഴിക്കുമ്പോൾ ഉള്ള ഏജിന്റെ 855 ടൈംസ് ആണ്. അപ്പൊ ആ രണ്ട് സെന്റൻസിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? സോണിയ കല്യാണം കഴിഞ്ഞ എത്ര വർഷം മുന്നെയാണ്? 15 വർഷം മുന്നേ. അവളുടെ പ്രസന്റ് ഏജിനെ നമുക്ക് എസ് എന്ന് വിളിക്കാം. എക്സ്. 15 വർഷം മുന്നേ അപ്പൊ അവളുടെ ഏജ് എത്രയായിരുന്നു? 15 years ago അവളുടെ ഏജ് എത്രയാണ്? എക്സ് മൈനസ് 15 അല്ലേ? ഇനി ആ അവളുടെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞപ്പോൾ ഉള്ള ഏജിന്റെ 855 ടൈംസ് ആണ്. അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോൾ എന്ന് പറയുമ്പോൾ 15 വർഷം മുന്നേ അല്ലേ കല്യാണം കഴിഞ്ഞത്. അപ്പൊ 15 വർഷം മുന്നേ അവളുടെ ഏജ് എത്രയായിരുന്നു? ഇപ്പോഴത്തെ ഏജിൽ നിന്ന് 15 കുറയ്ക്കുന്നത് അല്ലേ? അപ്പൊ ഇപ്പോഴത്തെ ഏജ് ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ ഒരു ഇത് തന്നിട്ടുണ്ട്. എന്താണ്? പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് 855 ടൈംസ് ഓഫ് ഏജ് അറ്റ് ദ മാരേജ് അല്ലെ? 8 അറ്റ് ദ മാരേജ് എത്രയാണ്? എക്സ് മൈനസ് 15 ആണ്. അപ്പൊ ഇത് നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടും. എത്രയാ നോക്കാം. നോക്കിക്കേ, ഈക്വലിനപ്പുറത്ത് ഡിനോമിനേറ്റർ ഉള്ളത് ഇങ്ങോട്ട് വരും. അപ്പൊ എത്രയായി? 5x എന്ന് കിട്ടി. 5x ഈക്വൽ ടു 5 ഇങ്ങോട്ട് പോയില്ലേ? ബാക്കി ഇവിടെ എത്ര ഉണ്ട്? 8 ഇൻറ്റു എക്സ് മൈനസ് 15 അല്ലേ? ബോർഡ് മാസ് റൂൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ? അതിന്റെ ഒരു ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി. ഇതൊന്നുകൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5x ഈക്വൽ ടു നമുക്ക് 8നെ അകത്തോട്ടിട്ട് ഗുണിക്കാം. 8നെ x കൊണ്ട് ഗുണിക്കുമ്പോൾ 8x മൈനസ് 8നെ 15 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 120 എന്ന് കിട്ടും. ഇനി നോക്കിക്കേ, 5xനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. ഈ ചരമുള്ള ഇതെല്ലാം നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. സംഖ്യ മാത്രമുള്ളത് വേറൊരു സൈഡിലേക്ക് കൊണ്ടുപോകാം. നോക്കിക്കേ, 8xനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 8x മൈനസ് 5x എത്രയാണ്? 3x. 3x ഈക്വൽ ടു 120 എന്ന് കിട്ടി. അപ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും? x ഈക്വൽ ടു 120/3 എത്ര കിട്ടും? 40 എന്ന ആൻസർ കിട്ടി. ഈ 40 എന്ന് പറയുന്നത് സോണിയയുടെ എപ്പോഴത്തെ ഏജ് ആണ്? പ്രസന്റ് ഏജ് ആണ്. നമ്മൾ എക്സ് എന്ന് എടുത്തത് എങ്ങനെയാണ്? സോണിയയുടെ പ്രസന്റ് ഏജിനെയാണ് എക്സ് എന്ന് എടുത്തത്. അപ്പോൾ 15 വർഷം മുന്നേ സോണിയ കല്യാണം കഴിക്കുമ്പോൾ അവളുടെ വയസ്സ് എത്രയായിരിക്കും? എക്സ് മൈനസ് 15 ഈക്വൽ ടു 40 മൈനസ് 15. അതായത് എത്രയായിരുന്നു അവളുടെ ഏജ്? 25 ആയിരുന്നു അല്ലേ? പക്ഷെ ക്വസ്റ്റ്യൻ നമുക്ക് ഇതാണോ കണ്ടുപിടിക്കേണ്ടത്? സോണിയയുടെ 15 വർഷം മുന്നേ കല്യാണം കഴിക്കുമ്പോൾ ഉള്ള ഏജ് ആണോ കണ്ടുപിടിക്കേണ്ടത്? അല്ല. ക്വസ്റ്റ്യൻ എന്താണ്? ഹെർ സിസ്റ്റർ വാസ് 8 years younger to her at the time of her marriage. സോണിയ കല്യാണം കഴിക്കുമ്പോൾ ഉള്ള അവളുടെ വയസ്സിനേക്കാളും 8 വയസ്സ് താഴെയാണ് ആരുടെ? സോണിയയുടെ സിസ്റ്ററിന്റെ വയസ്സ്. അപ്പൊ സോണിയയുടെ സിസ്റ്ററിന്റെ വയസ്സ് എത്രയാണ്? സോണിയ മാരേജ് ചെയ്യുമ്പോൾ വയസ്സ് എത്രയാണ്? 25. അപ്പൊ സോണിയ കല്യാണം കഴിക്കുമ്പോൾ സോണിയയുടെ വയസ്സ് 25 ആണ്. ആ വയസ്സിനേക്കാളും 8 years യങ്ങർ ആണ് സോണിയയുടെ സിസ്റ്റർ. അപ്പൊ സോണിയയുടെ സിസ്റ്റർ സോണിയ കല്യാണം കഴിക്കുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? 25 മൈനസ് 8 യങ്ങർ അല്ലേ? ഇളയാളാണ് അല്ലേ? അപ്പൊ 25-ന് 8 പോകുമ്പോ നമുക്ക് എത്ര കിട്ടും?
17. അപ്പോൾ 15 വർഷം മുന്നേ സിസ്റ്ററിന്റെ വയസ്സ് എത്രയാണ്? 17. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ പ്രസന്റ് ഏജ് ഓഫ് ഹെർ സിസ്റ്റർ. സോണിയുടെ സിസ്റ്ററിന്റെ ഇപ്പോഴത്തെ ഏജ് എത്രയാണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, 15 വർഷം മുന്നേ, അതായത് സോണിയെ കല്യാണം കഴിക്കുന്ന സമയത്താണ് സോണിയുടെ സിസ്റ്ററിന് 17 വയസ്സ്. അപ്പൊ ഇപ്പോഴത്തെ ഏജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? 17 പ്ലസ് 15. 15 വർഷം കഴിഞ്ഞില്ലേ? അപ്പൊ 17 പ്ലസ് 15 എന്ന് പറയുമ്പോ എത്ര വയസ്സ് കിട്ടി? 32 എന്ന് കിട്ടി. അപ്പോൾ സോണിയയുടെ സിസ്റ്ററിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? 32. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സോണിയയുടെ സിസ്റ്ററിന്റെ പെർസെന്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻസർ എത്രയാണ്? 32. മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? എ ബ്രദർ ഈസ് 6 years older than his sister. The sum of their present age is 38 years. What will be the age of sister after 50 years from now? ക്വസ്റ്റ്യൻ എന്തായിരുന്നു പറഞ്ഞത്? എ ബ്രദർ ഈസ് 6 years older than his sister. അതായത് ഒരു ആങ്ങളെയും പെങ്ങളും അല്ലേ? അപ്പം സിസ്റ്ററിനെക്കാട്ടിലും ബ്രദറിന് എത്ര വയസ്സ് കൂടുതലാണ്? 6 വയസ്സ് കൂടുതലാണ്. അപ്പൊ നമുക്ക് സിസ്റ്ററിന്റെ വയസ്സ് എങ്ങനെ എടുക്കാം? സിസ്റ്ററിന്റെ വയസ്സ് എക്സ് എന്ന് എടുക്കാം. സിസ്റ്ററിന്റെ ഏജ് എക്സ് എന്ന് എടുത്തു. അപ്പൊ സിസ്റ്ററിന്റെ ഏജിനെക്കാട്ടിലും 6 വയസ്സ് കൂടുതലാണ്. ഓൾഡർ എന്ന് പറയുമ്പോ എന്താ? മൂത്ത ആളാരാണ്? ബ്രദർ ആണ് അല്ലെ? അപ്പോൾ സിസ്റ്ററിന്റെ ഏജിനേക്കാളും 6 വയസ്സ് കൂടുതലാണ് ബ്രദർ. അപ്പൊ ബ്രദറിന്റെ വയസ്സ് എങ്ങനെ എടുക്കാം? ഏജ് ഓഫ് ബ്രദർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 6 അല്ലെ? ഇനി അടുത്തതിനകത്ത് എന്താ തന്നിരിക്കുന്നത്? ദ സം ഓഫ് ദെയർ പ്രസന്റ് ഏജ് ഈസ് 38 years. അപ്പൊ അവർ രണ്ടുപേരുടെയും കൂടെ ഏജിന്റെ തുക എത്രയാണ്? 38. സിസ്റ്ററിന്റെ ഏജ് എക്സ്, ബ്രദറിന്റെ ഏജ് എക്സ് പ്ലസ് 6. അപ്പം സിസ്റ്ററിന്റെ ഏജും ബ്രദറിന്റെ ഏജിന്റെയും കൂടെ സം എത്രയാണ്? 38. ഇതിൽ നമുക്ക് എക്സ് കണ്ടുപിടിച്ചുകൂടെ? എക്സും എക്സും കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടും? 2x. 2x plus 6 is equal to 38. 2x equal to ഈ 6നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോ എന്ത് ചെയ്യും? പ്ലസ് 6നെ ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോ -6 ആവും. അപ്പൊ 38 - 6 ഇപ്പൊ എത്ര കിട്ടും? 2x equal to 32. അതിന് എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 16 എന്ന് കിട്ടും അല്ലെ? അപ്പൊ സിസ്റ്ററിന്റെ ഏജ് കിട്ടിയല്ലോ. സിസ്റ്ററിന്റെ ഏജ് എത്രയാണ്? 16. അപ്പൊ ബ്രദറിന്റെ ഏജ് എത്രയായിരിക്കും? എക്സ് പ്ലസ് 6 ആണ്. അതായത് 16 പ്ലസ് 6 ഈക്വൽ ടു 22 എന്ന് കിട്ടി അല്ലേ? പക്ഷെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് വിൽ ബി ദ ഏജ് ഓഫ് സിസ്റ്റർ ആഫ്റ്റർ 15 years ഫ്രം നൗ അല്ലേ? സിസ്റ്ററിന്റെ ഏജ് 15 വർഷം കഴിയുമ്പോൾ എത്രയാണ്? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. വാട്ട് വിൽ ബി ദ ഏജ് ഓഫ് സിസ്റ്റർ? ആരുടെ ഏജ് ആണ് കണ്ടുപിടിക്കേണ്ടത്? സിസ്റ്ററിന്റെ ഏജ്. അടുത്ത പോയിന്റ് കൂടെ നോക്കണം. നമ്മൾ പെട്ടെന്ന് വെപ്രാളം പിടിച്ച് ക്വസ്റ്റ്യൻ തെറ്റിക്കരുത്. 15 വർഷം മുന്നേ ഉള്ളതാണോ അതോ 15 വർഷം ശേഷം ഉള്ളതാണോ? കാരണം ഓപ്ഷൻസ് അവർ തരുന്നത് എങ്ങനെയാണെന്നറിയോ? 15 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ 22 15 വർഷം മുന്നേ പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 വയസ്സും ഓപ്ഷൻ ചിലപ്പോ ഓപ്ഷൻ എ 8 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ബി എന്താണ്? നമുക്ക് ക്വസ്റ്റ്യൻ തന്നത് ആഫ്റ്റർ 15 years ഫ്രം നൗ, ഇപ്പോഴത്തെ നിന്നും 15 വർഷത്തിന് ശേഷം അല്ലെ? ഇപ്പോഴത്തെ നിന്നും 15 വർഷം. അപ്പൊ ഇപ്പോഴത്തെ സിസ്റ്ററിന്റെ ഏജ് എത്രയാണ്? 16. ഇപ്പോഴത്തെ വയസ്സിൽ നിന്നും 15 വർഷത്തിന് ശേഷം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 15ഉം 16ഉം കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടും? 15 വർഷം കഴിഞ്ഞ് സിസ്റ്ററിന്റെ ഇപ്പോഴത്തെ ഏജ് എത്രയാണ്? 16. 15 വർഷം കഴിയുമ്പോ എത്ര കിട്ടും? 16 പ്ലസ് 15 31 എന്ന ആൻസർ കിട്ടും. അപ്പൊ ഓപ്ഷനകത്ത് 31 എന്നൊരു ക്വസ്റ്റ്യനോട് കൊടുക്കും. ഇനി ഓപ്ഷൻ സി വേണമെങ്കിൽ 16 എന്നും തരും. ഇപ്പോഴത്തെ സിസ്റ്ററിന്റെ ഇപ്പോഴത്തെ ഏജും തരും. ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ നല്ല ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ ബിഫോർ 15 years ബിഫോറും തരും, ആഫ്റ്റർ 15 years. അപ്പൊ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിക്കുക, കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചോദ്യത്തിന്റെ ആൻസർ എത്രയാണ്? 31.